എടാ വാക്കത്തെടുത്ത് വീശടാ. എടാ വീശല്ല, ഇവന്റെ നേരെ വീശ്. എടാ പട്ടി, വീശാനെന്ന് പറഞ്ഞത് ഇവന് വെട്ടാനാണ്. തെളിച്ചു പറയണ്ട. നീ നുള്ളിയത് ചെവിയാടാ, ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ. വെരട്ടിപ്പറ ചെറ്റയാടാ. സ്വന്തം തന്തയാരെന്ന് അറിയില്ലെങ്കിലും നിന്റെ കാടി ഇവന് പുല്ലടാ, പുല്ല്. എനിക്ക് അച്ഛനുണ്ട്, ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നണ. ചുമ്മാ ഇപ്പോഴത്തെ കാലത്ത് ബാസ്റ്റേഡ് എന്ന് പറഞ്ഞൊരു വെയിറ്റ് ആണ്. അതേടാ, ഞാൻ ബാസ്റ്റേഡാടാ, പട്ടി. കുപ്പി തട്ടിയത്. അതെ, ഈ കുഞ്ഞുങ്ങൾ അപ്പിയുടെ മൂത്രമൊഴിക്കം ചെയ്യുമ്പോ അറിയാതിരിക്കാനുള്ള മാഗി ഉണ്ടോ? അല്ല, സ്നഗ്ഗിന്നാ ഉദ്ദേശിച്ചത്. അതിന്റെ ആവശ്യത്തുള്ളേ. ഓ, താങ്ക് യു. പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ബേബി ഫുഡ് എന്നാ ഉള്ളത്? ഈ പ്രായത്തിൽ ബ്രസ്റ്റ് ഫീഡിംഗ് തന്നെ ഏറ്റവും അത് ഏത് വശത്താ ഇരിക്കണത്? ഞങ്ങൾ എടുത്തോളാം. സോറി, നീങ്ങ വന്നേ. ആദ്യം ഇവിടെ സ്റ്റോറി പറഞ്ഞു സാധനം വാങ്ങണമെങ്കിൽ. ഉണ്ടെങ്കിൽ 2 ടിന്ന് വാങ്ങി സ്റ്റോർ ചെയ്തൂടെ? അതെ, ഒരു കൊച്ചു കഴുത്തെ തൂങ്ങിയത് പോരാ അല്ലേ? അതല്ലെന്നേ, ഞാൻ ആ സ്ത്രീയുടെ ബാക്ക് നോക്കിയതാ. അയ്യേ, നിനക്ക് എന്നോടെങ്കി വൃത്തികെട്ട ശീലം. ഈ മാരേജിന്റെ വേൾഡ് ഹിസ്റ്ററിയിൽ ഇത് ആദ്യത്തെ സംഭവിക്കുള്ളൂ. പെണ്ണ് ബോധം കെട്ടിയെടുക്കുമ്പോ ഒരു പെണ്ണ് കാണുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. എന്റെ പെണ്ണ് കാണലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരു വ്യത്യാസമേ ഉള്ളൂ, എന്നെ കണ്ടതിന് ശേഷം പെണ്ണിന്റെ ബോധം പോയി. എന്നിട്ടാ കല്യാണം നടന്ന പിന്നെ വേറൊരു തെണ്ടി വന്ന് അവളെ കല്യാണം കഴിച്ച് ഇപ്പൊ അന്തസ്സായിട്ട് ജീവിക്കുന്നു. അപ്പൊ ചേട്ടന് കല്യാണം കഴിക്കാത്തതിൽ യാതൊരു വിഷമില്ലേ? വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കിളക്കും. എന്നിട്ട് വിഷമം നിന്നെങ്കിൽ 2 പപ്പടം അങ്ങോട്ട് കാച്ചു. ഹലോ, ഞാൻ കറുത്ത. താൻ കറുത്തോന്ന് എനിക്കെങ്ങനെ അറിയാം? ഇതിനുമ്പ് താൻ വെളുത്തിട്ടായിരുന്നു. അതല്ല, ഞാൻ രാമൻ കറുത്ത. ഹലോ, ഞാൻ പാഷയാണ്. പാഷാണോ? പാഷാണോ അല്ല, പാഷ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചായ കുടിച്ചോണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ തന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഈ നമ്മളെ പൊരേന്റെ ഉള്ളിൽ കയറി എന്തിനാണ്? പാമ്പിനെ പിടിക്കാന്. ഈ ആര് പാമ്പ് പിടുത്തക്കാരൻ? ആ പാമ്പ് എങ്ങനത്തെ പാമ്പായിരുന്നു? എങ്ങനത്തെ പാമ്പ് ചോദിച്ചാൽ തലയും പാലുള്ള പാമ്പായിരുന്നു. അല്ലാണ്ട് പിന്നെ കൊമ്പും കാലുള്ള പാമ്പിനെ നീ കണ്ടിട്ടുണ്ടോ? ആ പാമ്പ് എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ ചോദിച്ചത്. പാമ്പ് ഇരിക്കണല്ലേ, ഏടതായിരുന്നു. എന്നാൽ ആ പാമ്പ് ഏത് ജാതിയിൽപ്പെട്ട പാമ്പായിരുന്നു? ജാതിയാ? നെറ്റിമൊരു കുറിയുണ്ടായിരുന്നു. അപ്പൊ അയ്യക്കാരാവും. നമ്മള് പാമ്പിനെ കണ്ടിട്ടില്ലല്ലോ. കാഴ്ചകളായി പോയി നോക്കി. നമ്മളെ പൊരയില് നമ്മള് പാമ്പിനെ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞു. പോയി കാണും. അങ്ങനെ തോന്നുമ്പോ വരാനും പോകാനും നമ്മളെ പൊരയും പറമ്പ് പാമ്പിന് വലിച്ചു കൊടുക്കണ. നമ്മളെ പൊരയില് പാമ്പ് കേറിയിട്ടില്ല. നമ്മള് കണ്ടിട്ടില്ല. കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. ദുബായ് കണ്ടിട്ടുണ്ട്? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? ഇത് ഏതാണ്ട് ഉറച്ചമട്ടാണെന്നേ. അതെന്താ, പെണ്ണ് വികലാംഗയാണ്? എല്ലാ പാർട്സും ഓക്കെയാണ്. നല്ല തങ്കപ്പെട്ട സ്വഭാവം. ഇയാളെക്കാളും സ്വല്പം നിറം കുറവാണെന്ന്. അതെന്താ, പെണ്ണ് നീഗ്രഹമാണോ? ഇതാണ് പെണ്ണിന്റെ അമ്മ. ഞാൻ മണവാളൻ. മോളെ വിളിക്കാൻ ഞാൻ. ആ സ്ത്രീ എനിക്കറിയാം, ബോംബെ റെഡ് സ്ട്രീറ്റിലുള്ളതാ. ഒരു സ്വകാര്യം. അമ്മയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാ. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? നല്ല തറവാട്ടുകാരാ, ദാനധർമ്മികളാ. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. എന്താ പേര്? നീലാംബരി. നല്ല പേര്. അതെ, എന്ത് ചെയ്യുന്നു? അമ്മയെ സഹായിക്കുന്നു. ബൈ ദ വേ, എന്താ ഹോബീസ്? ഐ മീൻ ഒഴിവ് സമയങ്ങളെങ്കിലും ചിലവഴിക്കുന്നു? ഒഴിവ് സമയം കിട്ടാറില്ല. എന്താടാ? ഒന്നുമില്ല സാർ. എന്താടാ? ഒന്നുമില്ല സാർ. എന്താണോ തന്റെ പേര്? മഹേശ്വരൻ. എന്താടാ കാര്യം? എന്റെ മോള് ഒളിച്ചോടിപ്പോയി. അതിന് പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ കൊടുക്കണം, അല്ലാതെ പ്രസവമായിട്ട് എന്താ കാര്യം? ഒളിച്ചോടിയിട്ട് 10 മാസം കഴിഞ്ഞു. ഇവിടെ കാണും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നതാണ്. പിണ്ണാക്ക് 800. പിണ്ണാക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കഴിക്കണം? അതെ. നീയാണോ? അതെ, ഞാനാണ്.
ഇത് വായിക്കേണ്ട കാര്യമില്ല. കേൾക്കേണ്ട കാര്യം എനിക്കുണ്ട്, വായിക്കേ. എന്നാ പിന്നെ നിനക്ക് വായിച്ചൂടെ? എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ. ഓ, അപ്പൊ തമിഴ് ഇംഗ്ലീഷ് ഒക്കെ? അത് പിന്നെ ഒട്ടും അറിയില്ല. വായിക്കേ. പരസ്പരം നീ എന്തൊരു ചെവി നോക്കണേ? എടാ, ഇത് വായിച്ചാ മതി, നീ കേൾക്കണ്ട, ഞാൻ കേട്ടോളാം. വായിക്കടാ. പരസ്പരം ഒന്നു ചേരാനുള്ള ഒരു അവസരവും നമ്മൾ പാഴാക്കരുത്. ഇപ്പൊ ഞാൻ കേട്ടു, നീ കേട്ടില്ല. നമ്മള് 4 പേരില്ലായിരുന്നു. ഇപ്പോഴും 4 പേരുണ്ടല്ലോ. 1 2 3 4. ഇല്ലെന്നില്ല, അവനില്ലടേ. ചുമ്മാ കേട്ടാ. 1 2 3 4 4. സഹിക്കാൻ വയ്യ, എന്നാ പോലും അറിഞ്ഞൂടാ. 1 2 3 4. ശരിയാണല്ലോ, 4 പേരുണ്ടല്ലോ. അത് ശരിയാകില്ല. നമ്മുടെ ഭാഗവതരി. ഭാഗ 4 പേര് ഒന്നിച്ച് ഭ്രാന്താശുപത്രി നിന്ന് പുറത്തിയാടി. 3 പേര് തിരിച്ചു ചെന്നു. 4-മൻ എവിടെ? എവിടെ? കൊന്നു. ആര് കൊന്നു? നമ്മള് കൊന്നു. എപ്പോ? അതല്ല, അങ്ങനെ കരുതുന്നു പറയായിരുന്നു. ആർക്കെങ്കിലും ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? എന്താ പേടിയുണ്ടോ? നമുക്ക് 4 പേർക്കും കൂടി ഏതെങ്കിലും ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാം. ഞാനിവൻ ഒറ്റയ്ക്ക് കിടന്ന് പേടിക്കണ്ടല്ലോ എന്ന് കരുതി വന്നതാ. ഇനിയിപ്പോ ഞാനുണ്ടല്ലോ, നീ വയ്ക്കും. അത് വേണ്ട, ഇവന്റെ ഭാര്യ ജാനകി എന്നെ പ്രത്യേകം വിളിച്ച് പറഞ്ഞതാ ഇവനെ നോക്കിക്കൊള്ളുന്നു. അവള് നിന്നെ വിളിക്കാറുണ്ടാ? ഈ കാൽപ്പാടുകൾ കണ്ടു. ഈ കാൽപ്പാടുകളിലെ ഇടതുകാൽ വലതുവശത്തും വലതുകാൽ ഇടതുവശത്തുമാണ്. നീ പറ, ഇതെന്താ ഇങ്ങനെ? എടാ, പുളിസീൻ കാണാൻ കയറുമ്പോ കാലിങ്ങനെ പിണഞ്ഞ് പിണഞ്ഞ് കയറി കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പമായിരിക്കും. നോട്ട് ദ പോയിന്റ്. തല്ലിന്റെ ആ തത്തയും കൂടും പോയി. ഇല്ലെങ്കിൽ നിനക്കതൊരു തൊഴിലായന്. നല്ല ചേർച്ചയായിരുന്ന വേഷം. ഉടച്ചെത്തിയാക്കിയതിൽ ദേഷ്യം തോന്നരുത്. അതായിപ്പോ വലിയ കാര്യം, മനുഷ്യന്റെ എല്ല് വെള്ളായി. എന്താ പേര്? ശോഭ. ഞാൻ രാംദാസ്. ദാസ, നമ്മുടെ ജോലി കേസന്വേഷണമാണ്. എവിടെയാണ് ഈ ടെക്സ്റ്റൈൽ ഷോപ്പ്? ആകാശത്തിൽ. ഞങ്ങൾ കേസ് അന്വേഷണത്തിന് പോകുമ്പോ മെയിൻ ഓഫീസേഴ്സിന്റെ കൂടെ കോൺസ്റ്റബിൾ കാണും. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ പാവത്തിന് കോളേജിൽ പോകാനുള്ള ചുറ്റുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റബിൾ ആയി പോയി. ഉന്തിവണ്ടിയിൽ കായികറി വിൽപ്പനയായിരുന്നു ഇവന് മദ്രാസിൽ പണി. അതെ അതെ, ഞാൻ ഓർക്കുന്നു. ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി ഒരിക്കലും എനിക്ക് അങ്ങനെ വേഷം കെട്ടേണ്ടി വന്നു. അല്ലേലും ജാത്യാലെടുത്ത് തൂത്താ പോകൂല. എതിരാളികളെ ലാത്തി കൊണ്ട് അടിച്ചൊതുക്കിയും ചിലർ രാഷ്ട്രീയത്തിൽ വല്ലാതെ ശോഭിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ശാശ്വതമല്ല. ജീവിതത്തിനൊരു ലക്ഷ്യമൊക്കെ ഉണ്ടാവും. എന്നിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കണം. നല്ല ഉപദേശം. ഇരിക്കുന്ന ആളോട് ചെന്ന് പറയും. പോത്തിനോടാണോ വേറെ ഓതുന്നത്? എന്റെ മോൻ തന്നെയാണോ അതോ മുഖ്യറ്റം? ആ ചോദ്യം ലക്ഷ്മി ഞാനൊന്ന് കുളിക്കട്ടെ. കുളിച്ച കൊക്കാവൂ. അയാളോട് മാത്രം അകത്തേക്ക് വരാൻ പറ. ബാത്റൂമിലോട്ടോ. ഓ, ഈ കള്ളനായിരുന്നോ? ഞാൻ കള്ളനല്ല, കള്ളന് കഞ്ഞി വെച്ചു. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു. നിന്നോടാരാ ഇരിക്കാൻ പറഞ്ഞ? അതുകൊണ്ടല്ലേ എഴുന്നേറ്റത്. സിസ്റ്റർ, സ്ഫോടനം നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അതെന്താ നിങ്ങൾ കുട്ടികളുടെ കൂടെ ബസ്സിൽ പോകാതിരുന്നത്? ബസ്സിൽ പോയിരുന്നെങ്കിൽ സിസ്റ്ററെ നമുക്കിങ്ങനെ കാണാൻ പറ്റുമായിരുന്ന? പീസായി പോയില്ലായിരുന്ന? സിസ്റ്ററുടെ പേരെന്നാ പറഞ്ഞത്? പെട്രീഷ്യ. നോട്ടി. എന്താ ഇത്? സിസ്റ്റർ പെറ്റിയോട്രഷ. സിസ്റ്റർ പെറ്റിയോട്രഷ. സിസ്റ്ററിന്റെ ശരിക്കുള്ള പേരെന്താ? പെട്രീഷ്യ. വായിക്കൊള്ളുന്ന പേരിട്ടൂടെ? ഇവിടുത്തെ അമ്മച്ചി സ്നേഹനിധിയും വാത്സല്യനിധിയും കാരുണ്യനിധിയും സർവോപരി കരുണാനിധിയും. പൂത്ത കാശുകാരിയുമാണെന്ന്. പിന്നെ ഒരേ ഒരു മകന്റെ വിദേശ സമ്പാദ്യം, അത് പറയേ വേണ്ട. പറയണ്ട.
ഇതാ ഞാനൊന്നും പറയാം. ഇവിടുത്തെ ആംസിയുടെ മകന്റെ കയ്യിൽ ലക്ഷങ്ങളുടെ കോടികളുണ്ട്. ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യും. പാർട്ടിയെ കൊണ്ട് നേരിട്ട് വിളിപ്പിക്കുന്ന ശീലം ഞങ്ങൾ അധോലോകക്കാർക്കില്ല. മിസ്റ്റർ ചോപ്ര, എന്റെ പേര് വിളിച്ച ബാമനെ പന്നി ഞാൻ നിന്റെ പേര് വിളിക്കണ്ട. നിർത്തണ കൊലം കെട്ട തൂമകളെ. നീ പറഞ്ഞതുപോലെ 4 പെണ്ണുങ്ങളെ കൊണ്ടൊന്ന് താമസിപ്പിച്ച ഈ നാട്ടുകാരുടെ എല്ലാ സൂക്കേടും മാറും. നമ്മുടെ കഴിഞ്ഞ പരീക്ഷയിൽ അവന്മാര് തോറ്റിട്ട് പിന്നെ എന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചപ്പോഴാ പ്രിൻസിപ്പലിന് ബോധ്യമായത്. എന്ത് ബോധ്യമായി? പിള്ളേരുടെ കുഴപ്പമല്ലെന്ന്. യവൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഞാനും അന്ന് ഹണിമൂണൊക്കെ പോയതാ. പക്ഷെ അതിന് അവളുമായിട്ട് അന്ന് മുട്ടൻ വഴക്കായി. ഇപ്പൊ ഇങ്ങനെ ഒന്ന് കൂടിയാ അവളുമായിട്ടുള്ള വഴക്കും പ്രശ്നങ്ങളും ഒക്കെ അങ്ങ് തീരില്ല. ജാനകിയായിട്ട് എന്തിനാ വഴക്കായത്? അന്ന് ഹണിമൂണിന് പോയപ്പോ ചെലവ് ചുരുക്കാൻ ഞാൻ അവളെ കൊണ്ടുപോയില്ല. ഞങ്ങൾ പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യട്ടെ. അല്ല നിങ്ങൾ എങ്ങനെ പോവും? ഓട്ടോ വിളിച്ചു പൊക്കോളാം. എന്തിനാ ഓട്ടോ മോഹനിലെ കാർ ഇരിക്കുന്നത്? മീറ്റർ കാശ് തന്നാ മതി. കയറിക്കോ. ശരി. ആ ജീൻസ് ഇട്ട 3 പേര് ഫ്രണ്ടിൽ കയറിക്കോ, ഒരാൾ ബാക്കിൽ കയറിക്കോ. സ്ഥലമില്ല. കയ്യില് മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ അന്വേഷിച്ച് വന്നതാ. ആ സ്ത്രീയാണോ ഈ തളച്ചി? ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചു നേരം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചത്തുവേനെ. ആ പാക്കിന്റെ മണല്ലോ. ഈ കാണുന്ന തണ്ട് നെടിയൊക്കെ ഉള്ളൂ, അത് മുഴുവനും പഞ്ചറാ. അതൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാലോ. ഇവൻ ഏതാ? ഞാൻ കൊക്കോ കണ്ടിട്ട് നിർണായയുടെ ലുക്ക്. അതെങ്ങനെ കണ്ടു? ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും. കുഞ്ഞമ്മയുടെ മോളും ഗ്യാപ്പ് കളിക്കാൻ പോകും. ഇപ്പൊ തീരം കളിയാ ബോംബേലി നാടകേ. ഇവളുടെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. കേട്ടിട്ടുണ്ടാവും കൈനകരി ധർമ്മൻ. ഞങ്ങള് തട്ടേ വെച്ചാ പ്രേമിച്ചത്. അങ്ങേര് തട്ടേ വെച്ചാ മരിച്ചത്. ഡയലോഗ് തൊണ്ടേ കുടുങ്ങിയായിരിക്കും മരിച്ചല്ലേ? കൊല ഇപ്പൊ തീറിയാണ്. എന്റെ കൊല ചളങ്ങി. സിഗരറ്റ് വലിക്കുമ്പോ നിങ്ങൾ സ്മോക്കേഴ്സ് അകത്തേക്ക് വലിക്കുന്നത് പുകയാ. പക്ഷെ പുറത്തേക്ക് വരുമ്പോ അത് പോയ്സണാ. അടുത്ത് നിൽക്കുന്നവർക്ക് നല്ലതല്ല. എന്നാ നീ വലി, ഞാൻ എടുത്തിരിക്കാം. കൺട്രോൾ ചെയ്താ എപ്പോഴും നല്ലതാ. എന്നോട് സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഡോക്ടർ മരിച്ചിട്ട് 10 വർഷമായി. കണ്ണിച്ചേട്ടോ ചക്കടാൻ കയറിയതാണോ? അല്ലടാ, തുണിയലക്കാൻ കയറിയതാ. എനിക്കാണെങ്കിൽ 10 മിനിറ്റ് കുത്തിയിരുന്ന പിടിക്കാൻ തുടങ്ങി. അതൊക്കെ ആ സണ്ണിച്ചേട്ടന് സമ്മതിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പ്ലാവിന്റെ മുകളിൽ നിൽക്കുക. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ, എന്നാ ഒരു നിപ്പ. നിന്റെ അപ്പനേക്കാൾ പ്രായം വരും. നമ്മുടെ കരിമലയിൽ സണ്ണിച്ച് പ്ലാവിന്ന് പോയി വടിയായത് കേട്ടല്ലോ. എന്താടാ അവിടെ? ഞങ്ങളിവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതിന്റെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. കിട്ടൂല. എന്താ ഇവിടെ? ഞാൻ കൈ നോക്കുക. ഓഹോ, അപ്പൊ നിനക്ക് കൈ നോക്കാനും അറിയാം. ഞാൻ വിചാരിച്ചു വായി നോക്കാൻ മാത്രം അറിയുള്ളൂ. ഇടിയപ്പം ഒറ്റ ഇടിക്ക് നീ അപ്പിടും. അല്ല, ഇവളുടെ കയ്യിലൊരു സ്പെഷ്യൽ വരെയുണ്ട്. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ അവളി പണിക്കിറങ്ങിയത്. എല്ലാവരോടുമായിട്ട് പറയാ, ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. പണ്ട് കറിയാച്ചൻ വന്ന് ബുള്ളറ്റിന്റെ പുറകെ കേറ്റിക്കൊണ്ട് പോകുമ്പോ മുറുക്ക പിടിക്കാൻ പറയും. എവിടെ? കെട്ടിപ്പിടിച്ച് പുറയിലിരിക്കുമ്പോ കറിയാച്ചന്റെ ഒരു പറച്ചിലാ, എന്റെ നേരെ നിനക്ക് ചന്ദനത്തിന്റെ മണമെന്ന്. ഇപ്പൊ ചാണകത്തിന്റെ. അമ്മാ നോക്കി, ഇതിനകത്തൊരു കണ്ണു പോലെ കാണത്തില്ലേ? അതുകൊണ്ടാണ് ക്യാരറ്റ് കഴിക്കുന്നത് കണ്ണിന് നല്ലത് പറയണത്. ഇതിനകത്തൊരു ഹൃദയം കണ്ടോ മച്ചി? അതുകൊണ്ടാണ് തക്കാളി കഴിക്കുന്നത് ഹൃദയത്തിന് നല്ലത് പറയണത്. ഈ ബീൻസില്ലേ, അതിനകത്തുള്ള ഈ മണി അത് വന്ന് കിഡ്നി പോലെ
അതുകൊണ്ടാണ് പഴമക്കാര് പറയുന്നത് ബീൻസ് കഴിക്കുന്നത് കിഡ്നിക്ക് നല്ലതാണ്. അപ്പോ അപ്പൊ ഇത് എന്തിനുള്ളതാണ്? അത് പടവലങ്ങ ഞാൻ കിടന്നപ്പോഴേ വേണ്ട നീ. സത്യവാൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്ത് പറയാനാ, ഒക്കെ നിങ്ങള് കാരണന്മാര് തീരുമാനിച്ചാ മതി. മിടുക്കൻ, അതാ നല്ല കുട്ടികളുടെ ലക്ഷണം. എന്റെ മകളായോട് പറയില്ല, അവളെ വളയ്ക്കാൻ അല്പം ബുദ്ധിമുട്ടാ. അവളെ അല്ല, അവളുടെ അമ്മയെ ഞാൻ വളയ്ക്കും. ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്, എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാട് എവിടെ? കായംകുളത്താ. പണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട്. ചേട്ടന്റെ നാടെവിടാ? മുണ്ടക്കയത്താ. എന്റെ അച്ഛൻ പണ്ട് അവിടെ ചായക്കട നടത്തിയിരുന്നു. ഏതായാലും ഒരു ഷൂ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ആളെ പിടിക്കാൻ വിഷമമില്ല. എങ്ങനെ ഒറ്റ ഷൂ ഇട്ട് നടക്കുന്ന ആളെ പിടിച്ചാൽ മതിയല്ലോ. അപ്പൊ ഞാനവിടെ വേലക്കാരനായി ചെന്നിട്ട് അയാളുടെ എന്ന് വെച്ചാ വട്ടായി പോയെന്ന് തോന്നുന്നു. ബാലേട്ടന്റെ മാനസികാവസ്ഥയ്ക്ക് എന്തോ പ്രശ്നമുണ്ടോ? അത് തന്നെയാ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത്, ഭ്രാന്താണെന്ന്. ആരാത്? ഒരു വഴി നോക്കടാ. ഇത് വഴിയല്ലല്ലോ, അതുകൊണ്ടാ തിരിച്ചു പോകുന്നത്. ഒരുത്തരം മലയാളം പറയരുത്, അവർക്ക് മനസ്സിലാകും നമ്മളെ മലയാളികളാണ്. ഇവരെന്റെ പേര് വിളിക്കുന്നു. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഞാൻ തേങ്ങ കൊടുത്തപ്പോഴേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. നാടൻ പശു അല്ലേ? അതെ. അപ്പൊ നാട്ടുമരുന്ന് കൊടുക്കാം. ആര്യവേപ്പിന്റെ എല്ലെടുത്ത് നന്നായിട്ട് അരച്ച് കാടി വെള്ളത്തില് കാലത്ത് 10 മണിക്ക് കൊടുക്കുക, ഉച്ചയ്ക്ക് 12 മണിക്ക് കൊടുക്കുക, പിന്നെ വൈകുന്നേരം പശു ഉണ്ടെങ്കിൽ കൊടുത്തേക്ക്. എന്റെ കോഴി മുട്ട ഇടുന്നില്ല. കോഴി മുട്ട ഇടണില്ലല്ലേ? ആ, ഈ പൂവങ്കോഴി എങ്ങനെയുള്ള മുട്ടയിടാ? ആശാനെ, മുള്ള് ഇവിടെ വെച്ച് വേണ്ട, അങ്ങോട്ട് മാറി നിന്ന് മുള്ളുക. അതല്ല, കാലി മുള്ള്. കാലിലെങ്ങനെ മുള്ളിയാ കൊന്നു കളയും ഞാൻ. ഇവിടെ ആരും ഇല്ലേ? ഞാനിവിടെ നിൽക്കുന്നത് കണ്ടൂടാ തെണ്ടി. അതിപ്പോ ഞാൻ അവിടെ ആരും ഇല്ല എന്നാ, അവിടെ ആരും ഇല്ലെന്ന് ചോദിക്കാം. ഒരു തരണീമണിയുടെ അങ്കലാവണ്യം കണ്ട ആകർഷനാകാത്ത പുരുഷനല്ല, ഒരു തരണീമണിയുടെ അങ്കലാവണ്യം ഞാൻ MA പ്രൈവറ്റ് ആയിട്ട് പഠിക്കാനമ്മേ. ഇത് അച്ഛൻ വാങ്ങിച്ചതാ. ഞാൻ MA പഠിച്ചോണ്ടിരിക്കാൻ അച്ഛൻ MA കഴിഞ്ഞു. നമ്പർ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ സംസ്കാരമുള്ളതായിരിക്കണം. പിന്നെ ഒരു കാര്യം ചെയ്യാം, തുരന്ത വരുന്ന വഴി ചക്രവാണി തുണി കൊത്തി കാണിക്കണം. ചക്രു പറഞ്ഞാലും കാര്യം, നമുക്കേ സുനന്ദയുടെ ബ്ലൗസ് വലിച്ചെറിയാലോ. കൊള്ളാം. അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ. തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത്. 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. ഇതെന്താണ് അടഞ്ഞിറക്കുന്നത്? അത് തുറക്കാത്തതുകൊണ്ടാണ്. ഒരു പുതിയ അറിവാണുള്ളത്. തുറക്കാതെ പറ്റില്ല. അപ്പൊ ഇതിനകത്ത് എന്തോ ഉണ്ട്. 5-6 ദോശ, അല്ലാതൊന്നുമില്ല. അതെ, അത് കേട് വരണ്ടെന്ന് കരുതിയാ ഇത് പൂട്ടിയിട്ടിരിക്കുന്നത്. പിടിച്ചത് താക്കോലല്ല.